ബീഹാറിൽ നിന്നും കേരളത്തിലേക്ക് തൊഴിൽ തേടിയെത്തിയ മുഹമ്മദ് അമീറിന്റെ കുടുംബത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. 6ാം ക്ലാസ്സിലെ കേരള പാഠവലി മലയാള പുസ്തകത്തിൽ ഇടം നേടിയിരിക്കുകയാണ്. പർവീൻ കൊടുത്ത ആ ലെറ്റർ കേരള പാഠവലി മലയാള പുസ്തകത്തിൽ ഇടം നേടിയത് എങ്ങനെയാണ്? അതായത് 2023 എന്റെ പാഠപുസ്തകത്തിന്റെ അല്ല, സ്കൂളിൽ പഠിച്ച സ്കൂളിൽ തന്നെ ജോലി ചെയ്ത് അങ്ങനെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. കുറെ മലയാളി കുട്ടികളെ, ഹിന്ദി കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ, എന്നെ പോലെയുള്ള കുറെ കുട്ടികളൊക്കെ. അപ്പൊ അത് കണ്ടെത്തി പത്രത്തിലൊക്കെ കണ്ടപ്പോൾ പാലക്കാട് നിന്ന് നാരായൺ മാഷ് ഇങ്ങോട്ടൊക്കെ എന്റെ വീട് അന്വേഷിച്ച് ജയശ്രീ ടീച്ചറുമായി ബന്ധപ്പെട്ട് വീട്ടിലോട്ട് വന്നായിരുന്നു. അപ്പൊ അവരെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഫുൾ ഡേ ഞങ്ങൾ സംസാരിച്ചു, കുറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പൊ അവർക്കെന്ന് പറയുമ്പോൾ ഒരു കത്ത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് ഈ ലെറ്റർ അയക്കണമെങ്കിൽ പാഠപുസ്തകത്തിൽ, കാരണം ഇത് തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് അവർ ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പൊ അതായത് എന്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എഴുതി കൊടുത്തു. ഇനി സെലക്ട് ആവോ ഇല്ലെന്നൊക്കെ എനിക്കും അറിയില്ലായിരുന്നു. പക്ഷെ മെയ് 1-ാം തീയതിയാണ് ഈ SRGയിൽ പങ്കെടുക്കുന്നത്. അപ്പൊ അന്ന് എന്ന് പറയുമ്പോൾ എല്ലാ ജില്ലയിലുള്ള ടീച്ചർമാരൊക്കെ ഉണ്ടായിരുന്നു. അവരായിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തു. അതുപോലെ കുറെ